Hi everyone, welcome to my classroom. Today we are going to discuss about methods, techniques of cost accounting. First, methods of cost accounting, types, techniques. Okay. General fundamental principles of ascertaining cost are the same in every system of cost accounting, but method of analysis and presenting the cost vary from industry to industry. Different methods are used because business enterprises vary in their nature and in type of product or services they produce or render. Basically, there are two principal methods of costing, namely job costing and process costing. Okay, മെയിനായിട്ട് ഇവിടെ രണ്ട് മെത്തേഡാണുള്ളത്, ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ ഇതിൻ്റെ സബ് ഡിവിഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. It refers to a system of costing in which costs are ascertained in terms of specific jobs or orders in which are not comparable with each other. Industries where this method of costing is generally applied are the printing process, automobile garages, repair shop, shipbuilding, house building, engine and machine constructions, etc. Job costing includes the following methods. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജോബിലേക്ക് വരുന്ന കോസ്റ്റ് കളക്ട് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ജോബിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ജോബിലേക്കും വർക്ക് ഓർഡറിലേക്കും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യും. അത് നമുക്ക് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ ജോബും ഇവിടെ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിരിക്കും. ഈച്ച് ജോബ് ഈസ് എ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഓരോ ജോബും ഇവിടെ എന്താണ്, സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിരിക്കും. ഈച്ച് ജോബ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഈച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ. അതായത് ഓരോ ജോബും വ്യത്യസ്തമായിരിക്കും, ഒന്നിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരിക്കും മറ്റൊരു ജോബ്. ഓരോന്നും പരസ്പരം റിലേറ്റഡ് ആയിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള വർക്ക് ഓർഡേഴ്സ് ആയിരിക്കും, ജോബായിരിക്കും. ഓക്കെ, ഈച്ച് ജോബ് ഈസ് സെപ്പറേറ്റ്ലി കോസ്റ്റഡ്. ഓരോ ജോബും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ചെയ്യണം. ജോബ് കോസ്റ്റിംഗ് ഈസ് ആപ്ലിക്കബിൾ ടു പ്രിൻറ്റിംഗ് വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻറ്റിംഗ് വർക്ക്, റിപ്പയർ ഷോപ്പ്, എൻജിനീയറിംഗ് വർക്ക്സ്, ഇങ്ങനെയുള്ള ഷിപ്പ് ബിൽഡിംഗ്, ഫർണിച്ചർ മേക്കിംഗ്, ഇതൊക്കെ പെർട്ടിക്കുലർ ജോബായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് അവിടേക്കാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷനാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ജോബ് കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ഏതൊക്കെ എഴുതാം? ഹൗസ്, എൻജിൻ ആൻഡ് മെഷീൻ കൺസ്ട്രക്ഷൻ, റിപ്പയർ ഷോപ്പ്, ഓട്ടോ ഗ്യാരേജ്, പ്രിൻറ്റിംഗ് പ്രോസസ്സ്, ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന സബ് ഡിവിഷൻസിലാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഒന്ന്. Contract costing does not differ in principle from job costing. It is convenient to treat contract cost account separately. The term is usually applied to costing method adopted where large scale contract at different sites and carried out. As in the case of building construction, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ബേസിലാണ്. ഇത് പെർട്ടിക്കുലർ ജോബ് കോസ്റ്റിംഗ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ലോങ് പീരീഡ് ഓഫ് ടൈം എടുക്കും അത് ഒരു പക്ഷേ ഫിനിഷ് ചെയ്യാനായിട്ട്. അതുപോലെ അതൊരു ബിഗ് കോൺട്രാക്റ്റ് ആയിരിക്കും, കുറച്ച് കോസ്റ്റ് കൂടിയ ഒരു വർക്കായിരിക്കും. ലാർജ് സ്കെയിൽ രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത്. അതുപോലെ അത് ഫിനിഷ് ചെയ്യാൻ കുറേ അധികം സമയവും വേണ്ടിവരും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയാവുന്നതാണ്. നെക്സ്റ്റ് ബാച്ച് കോസ്റ്റിംഗ് ആണ്. BATCH ആണ് കേട്ടോ, അതിനകത്ത് ടി ഉണ്ട്. BATCH, ബാച്ച് കോസ്റ്റിംഗ്. ദിസ് ഈസ് എ മെത്തേഡ് ഓൾസോ മെത്തേഡ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എ ബാച്ച് ഓഫ് സിമിലർ പ്രോഡക്റ്റ് ഈസ് റിഗാർഡഡ് ആസ് എ വൺ ജോബ്. ഒരേ തരം പ്രോഡക്റ്റിൻ്റെ ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, അതൊരു ജോബായിട്ട് കൺസിഡർ ചെയ്യുക. അതിലേക്ക് വരുന്ന കോസ്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ ബാച്ചിലേക്ക് വരുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ബാച്ച് കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദെൻ divided, that means batch costing എന്ന് പറയുന്നത്, it should be however be noted that the articles produced should not lose their identity in manufacturing operations. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സിമിലർ നേച്ചറിലുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം ഒരു സിമിലർ നേച്ചറിലുള്ള പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ഒരൊറ്റ ജോബായിട്ട് കൺസിഡർ ചെയ്ത് ആ ഒരു ബാച്ചിലേക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്നു. അതിലേക്ക് എത്ര ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തു, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതാണ് അവിടെ അസർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഒരേ നേച്ചറിലുള്ള പ്രോഡക്റ്റ്സ് ആണ്, ആർട്ടിക്കിൾസ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് ക്ലിയർ അല്ലേ? സിംഗിൾ ഗ്രൂപ്പായിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ബാച്ച് വൈസ് ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, അതുപോലെ ബിസ്ക്കറ്റ് ഫാക്ടറീസ്, സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ്, ദെൻ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, പാക്ക്ഡ് ഫുഡ്, ടോയ് മാനുഫാക്ചറിങ്, കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ്, ഇതൊക്കെ ബാച്ച് കോസ്റ്റിങ്ങിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. Next, terminal costing. Terminal costing is a method, is also a type of job costing. This method emphasizes the essential nature of job costing. That is, cost can be properly terminated at some point and related to a particular job. ഈ ടെർമിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ്, ജോബ് ബിഗ് ആകുമ്പോൾ അല്ലെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് അത് സ്പ്രെഡ് ആവുന്ന കേസിലൊക്കെയാണ് ടെർമിനൽ കോസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നത്, ജോബ് കോസ്റ്റിങ്ങിൽ നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ്, എ മാനുഫാക്ചറിങ് പ്രോസസ് മേ സംടൈംസ് ബി സബ്ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പാർട്സ്. Each part is known as an operation. For example, production of a steel almirah is divided into operations such as cutting steel sheet, welding the body, welding the compartment, fixing the door and handle and polishing. മനസ്സിലായി? ദാറ്റ് മീൻസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചില സിറ്റുവേഷനിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യും ഡിഫറെൻറ്റ് പാർട്ടായിട്ട്. ആ ഓരോ പാർട്ടിനെ നമ്മൾ ഓപ്പറേഷൻ എന്ന് വിളിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു അൽമിറ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് വർക്കിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്റ്റീൽ ഷീറ്റ് കട്ട് ചെയ്യുന്നത് ഒരു ഓപ്പറേഷനായിട്ട് എടുക്കാം, ബോഡി വെൽഡ് ചെയ്യുന്നത് ഒന്നായിട്ട് എടുക്കാം, കമ്പാർട്ട്മെൻറ്റ്സ് വെൽഡ്, ഷെൽഫുകൾ വെൽഡ് ചെയ്യും, പിന്നെ ഡോറ് ഫിക്സ് ചെയ്യും, ലാസ്റ്റ് അത് ഹാൻഡിൽ ചെയ്ത് പോളിഷ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനിലേക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പറേഷൻ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. ദി കോസ്റ്റ് യൂണിറ്റ് ഈസ് ദി ഓപ്പറേഷൻ ഇൻസ്റ്റെഡ് ഓഫ് പ്രോസസ്. പ്രോസസ്സിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഓപ്പറേഷൻ. This method is used in industries like toy making, leather engineering goods, engineering goods. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ബേസിക് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഇൻഡസ്ട്രീസ് വേർ ദ പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഓൺ മാസ് സ്കെയിൽ ആൻഡ് ഓൺ കണ്ടിന്യൂസ് ബേസിസ് ആൻഡ് റോ മെറ്റീരിയൽസ് ആർ പാസ്ഡ് ത്രൂ ടു ഓർ മോർ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ് ബിഫോർ കംപ്ലീഷൻ. അതായത് ബേസിക് ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മാസ് സ്കെയിലിൽ ലാർജ് പ്രൊഡക്ഷൻ നടത്തുന്ന, കണ്ടിന്യൂസ് ബേസിസിൽ തുടർച്ചയായിട്ട് മാസ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുന്ന അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇവിടെ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുതന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ, ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇപ്പോൾ ക്ലിയർ ആണോ? ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് തരം ഇൻഡസ്ട്രീസിനാണ്? പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഓൺ മാസ് സ്കെയിൽ ആൻഡ് ഓൺ കണ്ടിന്യൂസ് ബേസിസ് ആൻഡ് റോ മെറ്റീരിയൽസ് ആർ പാസ്ഡ് ത്രൂ 2 or more, 2 അതിൽ കൂടുതലോ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സിലൂടെ പാസ് ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇനി അതായത് ഫ്രീക്വൻ്റ്ലി പ്രോസസ്സ് നടക്കും, അതുപോലെ ഓരോ പ്രോസസ്സിലേക്കും എത്ര കോസ്റ്റ് വന്നു, ഓരോ പ്രോസസ്സിലും എത്ര ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത് എന്നെല്ലാം നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കും. ദെൻ A separate account for each process is opened and all expenditure is charged thereon. അതുപോലെ തന്നെ ഓരോ പ്രോസസ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓരോ പ്രോസസ് അക്കൗണ്ടിലും എത്ര എക്സ്പെൻഡിച്ചർ വന്നു എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓരോ പ്രോസസ്സിലും എത്രയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. നെക്സ്റ്റ് പറയുന്നത് യൂണിറ്റ്
ഓർ സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. സിംഗിൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്നൊക്കെ വിളിക്കാവുന്നതാണ്. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. This is a method of costing is used when a company produce only one product or a few grade of same product in a large number on continuous basis when the units are identical. ഇവിടെ സിംഗിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതൊരു മെത്തേഡാണ്. ഇത് ഫോളോ ചെയ്യുന്ന കമ്പനി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഒരൊറ്റ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഫ്യൂ ഗ്രേഡ് ഓഫ് പ്രോഡക്റ്റ് ഒരേ നേച്ചറിലുള്ള ഒരൊറ്റ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് നമ്പർ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടിന്യൂസ് ബേസിസ് ആയിരിക്കും. പക്ഷേ യൂണിറ്റ്സ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ദിസ് പ്രൊഡക്ഷൻ ഈസ് കോസ്റ്റഡ് ആസ് എ സിംഗിൾ പ്രോസസ്. ഇവിടെ പ്രൊഡക്ഷൻ സിംഗിൾ പ്രോസസ്സായിട്ടാണ് കോസ്റ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഈസ് കോസ്റ്റഡ് ആസ് എ സിംഗിൾ പ്രോസസ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സിംഗിൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സിംഗിൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. Then objective unit costing is to find out the cost per unit of output. ഓരോ ഔട്ട്പുട്ടിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്കിതിന് യൂണിറ്റ് കോസ്റ്റിംഗ് എന്നും വിളിക്കാം. സിംഗിൾ കോസ്റ്റിംഗ് എന്നും ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നും ഇതിൻ്റെ മറ്റ് പേരുകളാണ്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് മൈൻസ്, ക്വാറീസ്, സിമെൻറ്റ് വർക്ക്, സ്റ്റീൽ വർക്ക്സ്, ബ്രിക്സ് വർക്ക്സ് എക്സെട്ര. അതായത് ഇവിടെ ഈ ഏത് തരം ഇൻഡസ്ട്രീസാണ് യൂണിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്വാറി, മൈന്, അതുപോലെ സ്റ്റീൽ വർക്ക്സ്, ബ്രിക്സ് വർക്ക്സ്, സിമെൻറ്റ് മാനുഫാക്ചറിങ്, ഫ്ലോർ മിൽസ് ഒക്കെയാണ് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. യൂണിറ്റ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഓരോന്നും നിങ്ങൾ ഇതിലെ മെത്തേഡ് എഴുതുമ്പോൾ ഓരോന്നും എക്സാമ്പിളോട് കൂടി വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് അനദർ മെത്തേഡ് അപ്ലൈഡ് ടു എൻ്റർപ്രൈസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, റെയിൽവേസ്, എയർവേസ്, ഹോസ്പിറ്റൽ, ഇലക്ട്രിസിറ്റി, ഹോട്ടൽ എക്സെട്ര. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടെ നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യല്ല. അവിടെ നമ്മൾ റെൻഡർ ചെയ്യുന്നത് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, അതുപോലെ റെയിൽവേ, എയർവേ, ഹോസ്പിറ്റൽ, ഇലക്ട്രിസിറ്റി, ഹോട്ടൽ, ഇവിടെയൊക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ല അവൈലബിൾ ആവുന്നത്. അവരുടെ സർവീസാണ് നമ്മൾ അവൈലബിൾ. നമ്മൾ പേ ചെയ്യുന്നത് അവർ സർവീസസിനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അണ്ടർടേക്കിങ്സ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് എയിംസ് അറ്റ് അസർട്ടൈനിങ് ദി കോസ്റ്റ് ഓഫ് സർവീസസ് റെൻഡേർഡ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിന് സർവീസ് കോസ്റ്റിംഗ് എന്നും കൂടെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഓപ്പറേഷൻ കോസ്റ്റിങ്ങും ഓപ്പറേറ്റിംഗ് കൂടെ കൺഫ്യൂഷൻ ആവുന്നത്. ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രാക്കറ്റിൽ അപ്പോൾ തന്നെ സർവീസ് കോസ്റ്റിംഗ് കൂടെ എഴുതാം. സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ട്രാൻസ്പോർട്ടേഷൻ, റെയിൽവേ, എയർവേ, ഹോസ്പിറ്റൽ, ഹോട്ടൽ, ഇലക്ട്രിസിറ്റി, അതെല്ലാം. അപ്പോൾ അത് എഴുതി വയ്ക്കാൻ മറക്കരുത്. സർവീസ് കോസ്റ്റിംഗ് ഈസ് അനദർ നെയിം ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. വെൻ ടു ഓർ മോർ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആർ അപ്ലൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സെയിം പ്രോഡക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. കോമ്പോസിറ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് വിളിക്കുക. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വേർ എ ലാർജ് നമ്പർ ഓഫ് കോമ്പണൻറ്റ്സ് ആർ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് അസംബിൾഡ് ഇൻ ടു ഫൈനൽ പ്രോഡക്റ്റ്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള കോമ്പണൻറ്റ് ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മൾ അസംബിൾ ചെയ്തൊരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസാണ്, ഇൻഡസ്ട്രീസാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇൻ എ ബൈസിക്കിൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് bicycle manufacturing industries, batch costing may be used to ascertain cost of various components. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബാച്ച് ആയിട്ട് സ്പെയർ പാർട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ബാച്ച് കോസ്റ്റിങ്ങിൽ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ബൈസിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഓരോ സ്പെയർ പാർട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ബാച്ച് കോസ്റ്റിംഗ് ബേസിൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യും. അതേസമയം അതിനുശേഷം അത് അസംബിൾ ചെയ്യും അല്ലേ. ആഫ്റ്റർ ഹാവിങ് അസംബിൾഡ് ദീസ് പാർട്ട് യൂണിറ്റ്സ് കോസ്റ്റിംഗ് മേ ബി യൂസ്ഡ് ഇൻ അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് എ സിംഗിൾ ബൈസിക്കിൾ. അപ്പോൾ സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റ് ഓരോന്നും നമ്മൾ അസർട്ടൈൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബാച്ച് കോസ്റ്റിംഗ് ആണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാം കോമ്പണൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനലി നമ്മൾ ഓരോ പ്രോഡക്റ്റായിട്ട്
ഓരോ ബൈസിക്കിളായിട്ട് അസംബിൾ ചെയ്യും അല്ലേ, ഓരോ സൈക്കിളായിട്ട് അതിനെ ഫോം ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പാർട്സൊക്കെ കണക്ട് ചെയ്ത് അസംബിൾ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നത്. ആ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, യൂണിറ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സിംഗിൾ കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ 2 തരം മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് ഏതാണ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടെലിവിഷൻ മാനുഫാക്ചറിങ്, മെഷീൻ ടൂൾസ്, ബൈസിക്കിൾ മാനുഫാക്ചറിങ്, റെഫ്രിജറേറ്റർ, എയ്റോപ്ലെയിൻസ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് റേഡിയോസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് യൂണിഫോം കോസ്റ്റിംഗ് ആണ്. വാട്ട് ഈസ് യൂണിഫോം കോസ്റ്റിംഗ്? യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ചെയ്യുന്നത്, ഇത് മെത്തേഡായിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്, അതുപോലെ ടൈപ്പ് ടെക്നിക്കായിട്ടൊക്കെ പറയാറുണ്ട് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇൻഡസ്ട്രി ഒരൊറ്റ മെത്തേഡ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് മെത്തേഡ് ബൈ സെവറൽ അണ്ടർടേക്കിംഗ് ഫോർ എ കോമൺ കൺട്രോൾ ആൻഡ് കമ്പാരിസൺ. ഒരു കോമൺ കമ്പാരിസൺ വേണ്ടി ഒരു കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഫോളോ ചെയ്യാൻ കമ്പയർ ചെയ്യാനൊക്കെ സുഖമായിരിക്കും ഒരേപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്റ്റിങ്ക്റ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ബൈ ഇറ്റ്സെൽഫ്, ഇറ്റ് ഈസ് ദ സെയിം ഗിവൺ ടു എ കോമൺ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ്. ശരിക്കും പറയുകയാണെങ്കിൽ മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു സിസ്റ്റമാണ്, പല ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അത് നമുക്ക് പെർഫോമൻസ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു കോസ്റ്റിംഗ് ടൈപ്പാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ആർ അസർട്ടൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, യൂഷ്വലി ഫോർ അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് വാരിയസ് ഗുഡ്സ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വരുന്ന ടോട്ടൽ കോസ്റ്റ് അനലൈസ് ചെയ്യുക. അങ്ങനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ അസർട്ടൈൻ ചെയ്യാനായിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് എന്നും വേണമെങ്കിൽ വിളിക്കാം. ഇനി ടൈപ്സ് ആണ് വരുന്നത്, ടൈപ്സ് ഓർ ടെക്നിക്സ്. അതിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ്. അത് വാരിയബിളോ ഫിക്സഡ് ഒന്നും ഡിവൈഡ് ചെയ്യാതെ എല്ലാ കോസ്റ്റും പ്രോഡക്റ്റിലേക്ക്, സർവീസിലേക്ക്, ജോബിലേക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് വിളിക്കും. അതിൻ്റെ മറ്റൊരു പേരാണ്, ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതിക്കോളൂ, ഫുൾ കോസ്റ്റിംഗ്, FULL കോസ്റ്റിംഗ്, ഫുൾ കോസ്റ്റിംഗ്. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വാരിയബിൾ ആൻഡ് ഫിക്സഡ് ടു പ്രോഡക്റ്റ്, സർവീസ്, ജോബ് ഓർ പ്രോസസ് is known as full costing or absorption costing. Next, marginal costing. It is the process of charging only variable cost to product operation process. Variable cost മാത്രം ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെ മാർജിനൽ കോസ്റ്റിംഗ് എന്നോ വാരിയബിൾ കോസ്റ്റിംഗ് എന്നോ വിളിക്കും. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ബ്രാക്കറ്റിലിട്ടുള്ളൂ വാരിയബിൾ കോസ്റ്റിംഗ്, അനദർ നെയിം. ഓക്കെ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്. അത് വാരിയബിൾ ആയിക്കോട്ടെ, ഫിക്സഡ് ആയിക്കോട്ടെ, രണ്ട് മിക്സ് ചെയ്തിട്ടായിക്കോട്ടെ, എല്ലാ ഡയറക്റ്റ് കോസ്റ്റും കൂടെ പ്രോഡക്റ്റിലേക്ക്, സർവീസിലേക്ക്, ജോബിലേക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് വിളിക്കും. ഇവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്യും, അത് റൈറ്റ് ഓഫ് ചെയ്യും. ഇതിവിടെ യൂസ് ചെയ്യുന്നില്ല ചാർജ് ചെയ്യാനായിട്ട്. ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് കമ്പയറിംഗ് കോസ്റ്റ് ഓഫ് ടു ഓൾട്ടർനേറ്റീവ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസൈഡിങ് വിച്ച് ഓൾട്ടർനേറ്റീവ് ഈസ് ദ ബെസ്റ്റ്. ഏതാണ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് സെലക്ട് ചെയ്യാനായിട്ട്, കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. അതിൽ ഇൻക്രീസ്, ഡിക്രീസ് വരും, ഇൻക്രിമെൻ്റൽ, ഡിക്രിമെൻ്റൽ വരും. ഓക്കെ. ദെൻ യൂണിഫോം കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദി യൂസ് ഓഫ് ദ സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസ് ആൻഡ് മെത്തേഡ് ബൈ സെവറൽ അണ്ടർടേക്കിംഗ് ഫോർ എ കോമൺ കൺട്രോൾ ആൻഡ് കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കമ്പയർ ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പലതരം എൻ്റർപ്രൈസസ് ഒരേ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഈസ് നോൺ ആസ് യൂണിഫോം കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഈസ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. കോസ്റ്റ് ഇൻകർ ചെയ്തതിന് ശേഷം കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് വിളിക്കും. Then standard costing. It is a system of comparing actual cost with the standard cost by analyzing the variances and take remedial action. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യും, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യും, വേരിയേഷൻ ഉണ്ടെങ്കിൽ റെമഡിയൽ ആക്ഷൻ എടുക്കും. അങ്ങനെ കോസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യും. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ABC കോസ്റ്റിംഗ് എന്ന് പറയും. ABC കോസ്റ്റിങ്ങിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. Overhead are identified with each activity as a cost driver. Cost driver is the reason for the incurrence of overhead cost. Cost drivers may be purchase orders, stores requisition, power consumed, etc.
ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് ഒരു ഓവർ ഹെഡിന് ആ കോസ്റ്റ് വരുമ്പോൾ അതിൽ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ആ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യും. പർച്ചേസിങ് ആക്ടിവിറ്റി, പർച്ചേസ് ചെയ്തു. അതുപോലെ മെഷീൻ സെറ്റപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയിലേക്കും കോസ്റ്റ് ഇൻകർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും. അതാണ് കോസ്റ്റ് ഡ്രൈവർ. ഒരു കോസ്റ്റിലേക്ക് ഫോഴ്സ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ കോസ്റ്റ് വരാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പർച്ചേസ് ഓർഡർ 1000 ആണെന്ന് വിചാരിക്കുക. പർച്ചേസ് ഓർഡർ അല്ല, പർച്ചേസിങ് കോസ്റ്റ്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വന്ന കോസ്റ്റ് 1000 ആണ്. അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് പർച്ചേസ് ഓർഡറാണ്. എത്ര തവണ പർച്ചേസ് ഓർഡർ ചെയ്തു അതിൻ്റെ ബേസിലാണ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ 10 തവണയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു തവണ പർച്ചേസ് ചെയ്യുമ്പോൾ 100 റുപ്പീസ് ആണെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് 100 × 10 ആണ് അല്ലേ. 10 പ്രാവശ്യം പർച്ചേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തതിന് 100 റുപ്പീസാണ്. അപ്പോൾ 1000 ആണ് അവിടെ പർച്ചേസ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ മെഷീൻ സെറ്റപ്പ് ചെയ്യാൻ ഓരോ ആക്ടിവിറ്റി ബേസിലാണ് ഇവിടെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മെഷീൻ സെറ്റപ്പ് ചെയ്യാൻ എത്ര പ്രാവശ്യം മെഷീൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം സെറ്റപ്പ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് വന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഫാക്ടേഴ്സും നമ്മൾ ഓരോ ആക്ടിവിറ്റി ബേസിൽ കോസ്റ്റ് ഡ്രൈവർ കണ്ടുപിടിച്ചാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ പ്രോഫിറ്റബിൾ അല്ലാത്ത ആക്ടിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഓർഗനൈസേഷൻ, ഇൻഡസ്ട്രീസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ദിസ് ഈസ് അനദർ ടെക്നിക് ഓഫ് ഇവാലുവേഷൻ ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓവർ ഇറ്റ്സ് എക്കണോമിക് ലൈഫ്. Thus it takes into consideration the entire life of product from beginning to end. ഒരു പ്രോഡക്റ്റിൻ്റെ entire ലൈഫ്, അതിൽ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ അതിലേക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ചാർജ് ചെയ്യാം. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇവാലുവേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടാർഗറ്റ് കോസ്റ്റിംഗ് ആണ്. ദിസ് ഈസ് ദ ടെക്നിക് ടു കൺട്രോൾ കോസ്റ്റ് ഇൻ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് എ ഫേം ഫോക്കസസ് ഓൺ വാട്ട് ഇറ്റ് വിൽ സെൽ അറ്റ് വിച്ച് പ്രൈസ് ആൻഡ് ദെൻ ഇറ്റ് പ്ലാൻസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്നിക്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്, പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിന് ആ ഒരു പർട്ടിക്കുലർ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് ഈ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്ക്. ഇതിനകത്ത് ചെയ്യുന്നത് ഫേം ഫോക്കസ് ചെയ്യുന്നത് ഓൺ വാട്ട് ഇറ്റ് വിൽ സെൽ അറ്റ് വിച്ച് പ്രൈസ്, ഏത് പ്രൈസിന് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് ഏത് തരത്തിൽ അത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്കത് മാർക്കറ്റിൽ ഏത് പ്രൈസിന് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് 10 രൂപയ്ക്കാണെങ്കിൽ നമുക്കൊരു 8 രൂപയ്ക്കോ 9 രൂപയ്ക്കോ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ 7 രൂപയ്ക്കോ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ടാർഗറ്റ് കോസ്റ്റിംഗ് ബേസിലാണ്. ആദ്യമേ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും, അതിൻ്റെ ബേസിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.